ഗായ്സ്, നമ്മൾ ട്രിപ്പ് പോകണതിൻ്റെ തലേന്നാണ്. ഫസ്റ്റ് മുതൽ തന്നെ ഇവിടെ ബിഗ് ബോസ് കണ്ടിരിക്കുകയാണ്. ഞാനല്ല, ഫ്രഷ് ആയിട്ട് കാലി ഇന്നലെ വെച്ച ചെരുപ്പ് അപ്പം എല്ലാം ഇട്ടിട്ട് നമ്മളിനി പോവാം. അർച്ചനയാണെങ്കിൽ ഫുള്ള് ബിഗ് ബോസ് അഡിക്റ്റഡ് ആണ്. നല്ല തീരുമാനം. അപ്പോൾ നമ്മൾ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം വലിച്ചു വാരി അങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സാധനമൊക്കെ വെച്ച് ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാ ഞാൻ തലയെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് ഓഫീസിലൊരു ചേച്ചി ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചേച്ചിയുടെ വീട് കുറച്ച് ലോങ്ങാണ്. അപ്പോൾ ചേച്ചിനെ വിളിച്ച് ഞാൻ റൂമിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ അവൾക്ക് നീ പറഞ്ഞിട്ട് എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ നമ്മളെന്താ ബാഗൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഓക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഓഫീസിൽ അവിടേക്കാണ്. അപ്പോൾ ഹോസ്റ്റലിൽ അവിടെ നടക്കാനുള്ള ദൂരമല്ല. അപ്പോൾ നമ്മളത് എത്തിയിട്ടുണ്ട്. അപ്പോൾ മുകളിലാണ് ഓഫീസ്. അപ്പോൾ നമ്മൾ ചെന്നൈ മൊബൈൽസ് നിൽക്കണം. അപ്പോൾ മഴയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കണം. അവിടെ പോകുമ്പോൾ എന്തായാലും വെയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ബസ്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ആൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് 2 ബസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ കയറിയ ബസ്. അടാറ് സാധനം എന്ന് പറഞ്ഞാൽ ആ പൊള്ളി ബസ്സായിരുന്നു കേട്ടോ. ആ DJ ലൈറ്റ് കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹിൽസിൽ എന്ന് പറഞ്ഞ ബാനറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹിൽസിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഹില്ലും ആയിരുന്നു. അത്രയ്ക്ക് നല്ലൊരു ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കോളേജിലാണ് ഞാൻ ലാസ്റ്റായിട്ട് ട്രിപ്പ് പോയത് ഇങ്ങനെ സ്റ്റേ ചെയ്ത്. പിന്നെ നമ്മൾ പോകുന്നത് വണ്ടി ട്രിപ്പ് എന്ന മാതിരി വാൾപ്പാറ അങ്ങനെയൊക്കെ പോയിട്ട് വരുമെങ്കിൽ തന്നെ അത് ബൈക്കിൽ പോകണതുകൊണ്ട് പിന്നെ ഇത്രയും പേരായിട്ട് പോയിട്ടില്ല. നമ്മൾ ബൈക്കിൽ കുറച്ച് പേരായിട്ട് പോകുക അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പ് ഞാനിപ്പോൾ കോളേജിന് ശേഷം ഇന്നാണ് പോയിട്ടുള്ളത് കേട്ടോ. ഈ ട്രിപ്പായിരുന്നു. പിന്നെ അകത്തെ കയറി പിന്നെ ഒന്നും പറയാനില്ല. തുള്ളൽ ബസ്സിനെ വെറുതെ വിട്ടില്ല എന്നൊക്കെ പറയും. നശിപ്പിച്ചില്ല എന്നൊക്കെ പറയും. അപ്പോൾ അത്ര ഇതായിരുന്നു കേട്ടോ. ആ ചാടി തിമിർത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങളറിയാം എല്ലാവരും നല്ലൊരു എൻജോയ്മെൻറ്റിലാണെന്ന് അറിയാം. അപ്പോൾ പറയണ പോലെ തന്നെയാണ്. കാരണം നല്ലൊരു കോളേജ് വൈബ് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും. പ്രായഭേദമന്യേ എന്ന് പറയുന്ന പോലെ ഹെഡ് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. എല്ലാവരും ഒരുപോലെ അങ്ങനെ ആയിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. HR ആണെങ്കിൽ HR, ഹെഡാണെങ്കിൽ ഹെഡ്, എല്ലാവരും ഒരേ വൈബിൽ സെയിം വൈബിൽ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാണെന്നൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ ഒന്നിച്ചിരുന്ന് കളിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ കോളേജിലൊക്കെ പോകുമ്പോൾ ആ വൈബ് അതോടെ കഴിഞ്ഞ് വർക്കിന് കയറി അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതേ അതിന് എക്സ്ട്രീം ലെവലായിരുന്നു. കോളേജിൻ്റെ അതേ ഒരു വൈബ് എനിക്ക് കിട്ടും. നമ്മൾ കുറച്ച് നേരം കണ്ണ് തുറക്കുമ്പോഴത്തേനും വെളിച്ചമായിട്ടുണ്ടായിരുന്നു. ഉറങ്ങാൻ തന്നെ നല്ലൊരു ലേറ്റായിട്ടാണ് കിടക്കാനൊന്നും ഇല്ലല്ലോ, വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വാഗമൺ രാമക്കൽമേടൊക്കെ ചൂടാണെന്നായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രവചനം നമ്മളെ ചതിച്ചു എന്ന് പറയുന്നത്. അവിടെ നല്ല കോടയും മഞ്ഞൊക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ ബുദ്ധിമതി ആയതുകൊണ്ട് ഈ ചൂടല്ലേ എന്തിനാ ഹുഡി ബാഗിൽ കയറ്റി നിറയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹുഡിലും ഇങ്ങോട്ട് ഹോസ്റ്റലിൽ തന്നെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ മൂഞ്ചി എന്ന് പറയാം. തണുത്ത് ഫ്രീസറായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബാഗെല്ലാം എടുത്തിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറക്ക ക്ഷീണത്തില്ല. കാരണം ഉറങ്ങിയിട്ടില്ല. അത്ര ക്ഷീണത്തിലാണ്. ക്ഷീണിച്ച് അങ്ങോട്ട് കുറച്ച് നേരം ഉറങ്ങുമ്പോഴത്തേനും നേരം ഇങ്ങോട്ട് വെളിച്ചമായി. അങ്ങനെ പിന്നെ റൂമിലേക്ക് എത്തി. നമ്മൾ പിന്നെ ഫ്രഷായിട്ടാണ് പിന്നെ നമ്മൾ വേറെ സ്ഥലങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ റൂം സെർച്ച് ചെയ്യുന്ന നടക്കായിരുന്നു. അപ്പോൾ നമ്മുടെ റൂം അവർ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമ്മളിന്ന് രാമക്കൽമേട് നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇത്രയും വീഡിയോ